ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ പാദപീഠത്തിൽ ഇന്ന് രാത്രിയിൽ നമുക്ക് സൂമിൽ കടന്നു വരുവാനും കർത്താവിന്റെ വചനം ശ്രവിപ്പാൻ താല്പര്യത്തോടെ ആയിരിക്കാനും ദൈവം തരുന്ന ഈ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സൂമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ ബൈബിൾ ക്ലാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമെന്ന് പറയുന്നത് ലഭിക്കുന്നതായ ചോദ്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ ക്ലാസ്സിനെ ഇൻട്രസ്റ്റ് ആക്കി തീർക്കുന്നതും നമുക്ക് അതിൽ താല്പര്യം ജനിപ്പിക്കുന്നതും ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ്. കഴിഞ്ഞ ആഴ്ചയിലും ഒരു ചോദ്യം ലഭിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. ആ ചോദ്യം ഇപ്രകാരമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒടുവിലായി ചിന്തിച്ചതായ ആ ഭാഗത്തോട് ചേർന്നാണ് ചോദ്യം വന്നത്. ചോദ്യം നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നമ്മുടെ മലയാളം വേദപുസ്തകത്തിന്റെ മലയാള പരിഭാഷ ട്രാൻസ്ലേഷൻ ഉണ്ടാക്കുവാനായിട്ട് പ്രധാനമായും അതിന്റെ പിന്നിൽ അധ്വാനിച്ചതായ ചില ടീംസ് ഉണ്ട്. അത് മദ്രാസ് ഓക്സിലറി ബൈബിൾ സൊസൈറ്റിയുടെ മദ്രാസ് ഓക്സിലറി ഒരു കമ്മിറ്റിയെ നിയമിച്ചു. അതിൽ CMSന്റെയും LMSന്റെയും ബാസൽ മിഷന്റെയും പിന്നെ സുറിയാനി സഭയുടെയും പ്രതിനിധികൾ ഉൾപ്പെട്ടിരുന്നു. അപ്പൊ ചോദ്യം ഇതാണ്, ഇങ്ങനെ പലരാൽ ചേർന്ന് എല്ലാവരും കൂടെ ചേർന്ന് മലയാളം ബൈബിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തെങ്കിലും റോമൻ കത്തോലിക്കർ എന്തുകൊണ്ട് ഈ വേദപുസ്തകം അവര് അംഗീകരിക്കാതെ അവരുടേതായിട്ടുള്ള നിലയിൽ 72 പുസ്തകങ്ങൾ അടങ്ങിയതായ ആ വേദപുസ്തകമാണ് അവർ ഫോളോ ചെയ്യുന്നത്? അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് എനിക്ക് ലഭിച്ചതായ ചോദ്യം. അതിന് ഉത്തരം പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവസഭയുടെ ചരിത്രം നമ്മൾ നോക്കിയാല് 4-ാം നൂറ്റാണ്ടോടുകൂടെ ക്രിസ്തീയ സഭയുടെ നേച്ചർ മാറുവാനായിട്ടിടയായി. ആ ക്രിസ്തീയ സഭ 4-ാം നൂറ്റാണ്ടോടുകൂടെ ക്രിസ്തീയ സഭ അത് രാജകീയ സഭയായിട്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് അത് മാറുവാനായിട്ടിടയായി. ക്രമേണ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ അത് ഒരു സാർവത്രിക മതമായിട്ട് മാറ്റുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ റിലിജിയൻ ആയിട്ട് മാറ്റുന്നതിന് വേണ്ടി അന്ന് നിലവിലിരുന്നതായ മതങ്ങളുടെ എല്ലാം അന്തസത്ത, ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ക്രോഡീകരിക്കാനായിട്ട് റോമൻ ചക്രവർത്തി കൽപ്പനയിട്ടു. അതിന് പ്രകാരം അന്ന് നിലവിലിരുന്നതായ മേജർ മതങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ടതായ നിയമങ്ങൾ ചേർന്ന് ഒരു സാർവത്രിക മതമുണ്ടാക്കി. ആ സാർവത്രിക മതമാണ് കത്തോലിക്ക മതമായി. കാത്തലിക് ചർച്ച് എന്ന് പറയുമ്പോൾ ആഗോള വ്യാപകമായ എന്നുള്ള അർത്ഥമാണ്. ഈ സാർവത്രികമായ മതം എന്നുള്ളത് അർത്ഥമാണ്. അപ്പൊ കത്തോലിക്ക സഭ എന്ന് പറയുമ്പോൾ സാർവത്രികമായ സഭ എന്നുള്ളതായ നിലയിൽ ക്രിസ്തീയ ഉപദേശങ്ങളും മറ്റുള്ളതായ മതങ്ങളുടെ ഉപദേശവും കൂടെ ചേർന്ന് സങ്കലനം ചെയ്ത് അങ്ങനെ കത്തോലിക്ക സഭ രൂപപ്പെടുത്തി. ക്രമേണ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാതീയ മതങ്ങളുമായിട്ട് ഇതങ്ങ് കൂടിച്ചേരുവാനായിട്ട് ഇടയായിട്ട് തീർന്നത് കൊണ്ട് ക്രമേണ 4-ാം നൂറ്റാണ്ട് മുതൽ ഏതാണ്ട് 16-ാം നൂറ്റാണ്ട് വരെ കത്തോലിക്ക മതം എന്നുള്ളതല്ലാതെ മറ്റൊരു ക്രിസ്തീയ മതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ സഭയെക്കുറിച്ചോ പൊതുവിൽ അറിവുണ്ടായിരുന്നില്ല. അപ്പോ ലോകം മുഴുവനും വ്യാപിച്ചതായ ആ ക്രിസ്തീയ സഭ എന്നുള്ളത് ആ ക്രൈസ്തവ സഭ എന്നുള്ളതായ ലേബലിൽ നിന്ന് മാറി കാത്തലിക് ചർച്ച് എന്നുള്ളതായ രീതിയിൽ അത് ഉടലെടുക്കുവാനായിട്ടിടയായിട്ട് തീർന്നു. അത് റോമിന്റെ ആധിപത്യത്തിൽ തുടങ്ങിയത് കൊണ്ട് അതിന് റോമൻ കാത്തലിക് ചർച്ച് എന്നുള്ളതായ രീതിയിൽ 15-ാം നൂറ്റാണ്ട് വരെ ആ ഒരു ചർച്ച് മാത്രമായിട്ടായിരുന്നു ആഗോള വ്യാപകമായി അംഗീകരിക്കപ്പെട്ടിരുന്നത്. അപ്പോ
നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു, ചർച്ച അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ക്രമേണ വേദപുസ്തകത്തിന്റെ പ്രാധാന്യം കുറഞ്ഞിട്ട് സഭ എഴുതിയുണ്ടാക്കുന്നതായ, സഭ തീരുമാനിക്കുന്നതായ നിയമങ്ങൾക്കും മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേദപുസ്തകത്തിന്റെ പ്രാധാന്യത്തെ അവർ കുറച്ചു. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ചിന്തിച്ചു, ഈ ബാക്കിയുള്ളതായ പുസ്തകങ്ങളും കൂടെ അതിനോട് കൂടെ ചേർക്കപ്പെട്ടത് 1500 കാലഘട്ടങ്ങളിലാണെന്ന് കണ്ടു. ആ 1500 കാലഘട്ടങ്ങളിൽ റോമ ചർച്ച് മാത്രമേ അല്ലെങ്കിൽ കാത്തലിക് ചർച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 16-ാം നൂറ്റാണ്ടിൽ ഏതാണ്ട് 1500 മധ്യത്തിൽ മാർട്ടിൻ ലൂതറിന് കിട്ടിയതായ വെളിപ്പാടനുസരിച്ച് അന്ന് റോമൻ ചർച്ചിൽ നിലവിലിരുന്നതായ സകല ആചാരങ്ങളെയും എതിർക്കുവാനായിട്ടിടയായിട്ട് തീർന്നു. അദ്ദേഹം വായിച്ചതായ അപ്പോസ്തലനായ പൗലോസിന്റെ റോമർക്കെഴുതിയതായ ലേഖനത്തുള്ളതായി ബന്ധപ്പെട്ട് അന്ന് കാത്തലിക് ചർച്ചിൽ അല്ലെങ്കിൽ കത്തോലിക്ക മതത്തിൽ ഉണ്ടായിരുന്നതായ സകല ആചാരങ്ങളും തെറ്റാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് ബസലിക്കയുടെ മുമ്പിൽ വലിയ ഒരു പ്രൊട്ടസ്റ്റ് അദ്ദേഹം എഴുതി വെക്കുവാനായിട്ടിടയായിട്ട് തീർന്നു. അത് വായിച്ചറിഞ്ഞതായ ജനം ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാണെങ്കിൽ ഒരു വലിയ വിഭാഗം വേർതിരിയുവാനായിട്ടിടയായി. അങ്ങനെ അന്നുവരെ നിലവിലിരുന്നതായ ആ റോമൻ ചർച്ചിൽ നിന്ന് ഒരു വിഭാഗം പ്രൊട്ടസ്റ്റ് ചെയ്ത് അത് മാറ്റപ്പെട്ടത് കൊണ്ട് കാത്തലിക് ചർച്ച് എന്നുള്ളതായ ആ ഏക സ്വഭാവത്തിൽ നിന്നുള്ളതായ ആ ചർച്ച് രണ്ടായിട്ട് വിഭാഗിക്കപ്പെട്ടു. ഒന്ന് റോമൻ കാത്തലിക് ചർച്ച്, രണ്ട് അതിനെ എതിർക്കുന്നതായ പ്രൊട്ടസ്റ്റന്റ് ചർച്ച് എന്നുള്ളതായ രീതിയിൽ രണ്ടായിട്ട് വിഭാഗിക്കപ്പെടുവാനായിട്ടിടയായിട്ട് തീർന്നു. ഈ വിഭാഗിക്കപ്പെട്ടതായ ചർച്ചിൽ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് ചർച്ച് ആദ്യ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് മടങ്ങിപ്പോകണമെന്നുള്ളതായ ചിന്താഗതിക്കാരായതുകൊണ്ട് കാനോനികമായി അംഗീകരിച്ചതായ 66 പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ആദ്യ സഭയുടെ പിതാക്കന്മാർ നിർണയിച്ചതുപോലെ അവർ ആ വേദപുസ്തകം പിൻപറ്റുവാനായിട്ടിടയായിട്ട് തീർന്നു. അപ്പൊ വേദപുസ്തകത്തിന്റെ ആധികാരിക തന്നെ രണ്ടായി. പ്രൈസ് ദി ലോർഡ്. അതൊന്ന് കത്തോലിക്ക ചർച്ചിന്റെ കീഴിലുള്ളതായ വേദപുസ്തകം, മറ്റൊന്ന് പ്രൊട്ടസ്റ്റന്റുകാര് അംഗീകരിച്ചതായ 66 പുസ്തകങ്ങൾ അടങ്ങിയ പിതാക്കന്മാർ അല്ലെങ്കിൽ സഭാപിതാക്കന്മാർ അംഗീകരിച്ചതായ സത്യവേദ പുസ്തകം. അത് ക്രമേണ വേദപുസ്തകത്തിന്റെ ആ നിയന്ത്രണം പ്രൊട്ടസ്റ്റന്റ് ചർച്ചിലേക്ക് വരികയും ആ വേദപുസ്തകം വായിക്കുന്നതും വേദപുസ്തകം ഭവനങ്ങളിൽ സൂക്ഷിക്കുന്നതും തെറ്റാണെന്ന് കത്തോലിക്ക സഭയുടെ മേലധികാരിയായ പോപ്പ് നിയമം പുറപ്പെടുവിക്കുകയും ചെയ്തതിന്റെ പിന്നിൽ കത്തോലിക്ക സഭ വേദപുസ്തകത്തിൽ നിന്ന് വളരെ അകലുവാനായിട്ടിടയായിട്ട് തീർന്നു. നമ്മൾ കാലം കഴിഞ്ഞപ്പോ ഈ വേദപുസ്തകത്തിന്റെ കസ്റ്റോഡിയൻസ് അല്ലെങ്കിൽ വേദപുസ്തകം 66 പുസ്തകങ്ങൾ അടങ്ങിയതായ വേദപുസ്തകം ആര് മാത്രമേ അംഗീകരിച്ചുള്ളൂ? പ്രൊട്ടസ്റ്റന്റ് ചർച്ച് മാത്രമായിട്ട് അവർക്കുള്ളത് മാത്രമായിട്ട് തീരുകയും റോമൻ കാത്തലിക്കരുടെ ചർച്ച് 72 പുസ്തകങ്ങൾ അടങ്ങിയതായ ആ പുസ്തകമായിട്ട് മാറ്റപ്പെടുകയും ചെയ്തു. പിന്നെ വന്നതായ മാറ്റങ്ങളെല്ലാം തന്നെ ഈ 66 പുസ്തകങ്ങളിൽ വന്നതായ മാറ്റമാണ്. അത് ആ റോമൻ കാത്തലിക് ചർച്ച് അന്നും അംഗീകരിക്കുന്നില്ല, ഇന്നും അംഗീകരിക്കുന്നില്ല എന്ന് വേണം പറയാൻ. ഇനി നമ്മൾ നോക്കിയാൽ ആ വേദപുസ്തകം തർജ്ജമ ചെയ്ത് നമ്മുടെ മലയാളം വേദപുസ്തകത്തിന്റെ തർജ്ജമയിലേക്ക് വരുമ്പോ ആ മലയാളം വേദപുസ്തകത്തിന്റെ ട്രാൻസ്ലേഷനിൽ വന്നതായ ആൾക്കാർ ആരൊക്കെ നോക്കിക്കേ, ഇതെല്ലാം പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ടവരാ. ഇതിൽ ആരും തന്നെ കാത്തലിക് ചർച്ചിന്റെ മെമ്പേഴ്സ് അല്ല. ഒന്ന് CMS, 2 LMS, ബാസൽ മിഷൻ, സുറിയാനി സഭ, ഇതെല്ലാം പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ വിഭാഗങ്ങളാണ്. അവരെല്ലാവരും തന്നെ അംഗീകരിച്ചത് 66 പുസ്തകങ്ങളാണ്. അതുകൊണ്ടാണ് ഈ സത്യവേദ പുസ്തകത്തിന്റെ അല്ലെങ്കിൽ 66 പുസ്തകങ്ങൾ റോമൻ കാത്തലിക് ചർച്ച് അംഗീകരിക്കാതെ
മാറ്റപ്പെടുവാനായിട്ടിടയായിട്ട് തീർന്നത്. ആദ്യമായിട്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതും റോമൻ കത്തോലിക്കരുടെ 72 പുസ്തകങ്ങൾ അടങ്ങിയതായ വേദപുസ്തകമല്ല, 66 പുസ്തകങ്ങൾ അടങ്ങിയതായ സത്യവേദ പുസ്തകമാണ് ആദ്യമായിട്ട് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തത്. ആ ട്രാൻസ്ലേഷനിൽ ഉണ്ടായിരുന്നത് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരാണ് അത് അംഗീകരിച്ചതും അവർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റുകാർക്ക് വേണ്ടിയാണ് ആ സത്യവേദ പുസ്തകം മാറ്റപ്പെട്ടതും. ക്രമേണ ഈ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽ നിന്ന് പിന്നെയും ഉപദേശങ്ങളുടെ വെളിച്ചത്തിൽ യാക്കോബായ സഭ വിഭാഗിക്കപ്പെട്ടു. പിന്നെ അതിൽ നിന്ന് മർത്തോമാ സഭ ഉണ്ടായി, അതിൽ നിന്ന് ഇവാഞ്ചലിക്കൽ CSI ഉണ്ടായി, അതിൽ നിന്ന് ഇവാഞ്ചലിക്കൽ ഉണ്ടായി. ഏതായാലും 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടുകൂടെ പെന്തക്കോസ്ത് സഭ രൂപീകൃതമാകുവാനായിട്ടിടയായിട്ട് തീർന്നതാണ് സഭയുടെ ചരിത്രമായി നമുക്ക് പഠിക്കേണ്ടത്. അപ്പോ വേദപുസ്തകം, സത്യവേദ പുസ്തകം എന്തുകൊണ്ടാണ് റോമൻ കാത്തലിക് അംഗീകരിക്കാതെ പോയി എന്നുള്ളതിന്റെ ഒരു ചെറിയ വിവരണമാണ് ഞാൻ തന്നത്. ക്ലിയറായി കാണുമെന്ന് ഞാൻ കരുതുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോ നമുക്ക് ആ ഒരു പ്രത്യേക വിഷയത്തിൽ നിന്ന് അടുത്ത ടോപ്പിക്കിലേക്ക് ഞാൻ കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 7ാമത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ വേദപുസ്തകം ദൈവവചനമാണെന്നുള്ളതിന്റെ വിലപ്പെട്ടതായ ചില തെളിവുകളാണ്. ആരെങ്കിലും വേദപുസ്തകം മനുഷ്യനാണ് എഴുതിയത്, മനുഷ്യരെഴുതിയതായ പുസ്തകമാണ്, ഇത് ദൈവവചനമാണെന്നുള്ളതിന് എന്താണ് തെളിവ് എന്ന് ആരെങ്കിലും നമ്മോട് വാദിച്ചു കഴിഞ്ഞാൽ അതിന് അവർക്ക് മറുപടി കൊടുക്കാൻ, തർക്കിക്കാൻ വേണ്ടിയല്ല, അവർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയും നമ്മൾക്ക് വേണ്ടിയതായ അറിവിന് വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളെ ധരിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ശ്രദ്ധിക്കണമേ, 10 കൂട്ടം കാര്യങ്ങളാണ് നമുക്കിതിൽ നിന്ന് ഞാൻ പഠിക്കുവാനായിട്ട് ടോപ്പിക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത്. അത് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെയാണ് ഈ 10 തെളിവുകൾ? അതിന്റെ ഹെഡിങ് മാത്രം ആദ്യം നമുക്ക് നോക്കാം. ഒന്ന്, ദൈവത്തിന്റെ വചനം, അത് അതിന്റെ ഡിവിനിറ്റി അല്ലെങ്കിൽ അതിന്റെ ദൈവീകത്വം വെളിപ്പെടുന്നതായ അമാനുഷികമായ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളതായ ചില ഘടകങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് അതിന്റെ വേദപുസ്തകത്തിന്റെ അമേസിംഗ് യൂണിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ വിവിധ കാലഘട്ടങ്ങൾ കൊണ്ട് എഴുതി പൂർത്തീകരിച്ചതായ, പരസ്പരം ബന്ധമില്ലാത്തതായ, പരസ്പരം അറിവില്ലാത്തതായ എഴുത്തുകാർ വിവിധ കാലയളവിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് എഴുതിയതായ പുസ്തകം നമ്മൾ ആദ്യത്തെ പുസ്തകം മുതൽ ഒടുവിലത്തെ പുസ്തകം വരെ വായിക്കുമ്പോൾ തമ്മിൽ ഓരോന്നും യോജിച്ചിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ഒരു പുസ്തകത്തിലെ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ അനേകം നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുതിയതായ മറ്റൊരു പുസ്തകത്തിൽ അത് നിറവേറപ്പെട്ടിരിക്കുന്നതായ സംഭവങ്ങൾ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തിയും ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാടും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് കാണുവാനായിട്ട് കഴിയും. ചുരുക്കത്തിൽ ഈ 66 പുസ്തകങ്ങളും തമ്മിൽ ഒരു മാലയിലെ മുത്തുപോലെ കോർത്തിണക്കപ്പെട്ടതുപോലെ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതാണ് അതിന്റെ യൂണിറ്റി. ഒന്നാമത് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് വേദപുസ്തകത്തിന്റെ യൂണിറ്റിയാണ്, അമേസിംഗ് യൂണിറ്റിയാണ്, അത്ഭുതാവഹമായ അഖണ്ഡത അല്ലെങ്കിൽ ഖണ്ഡിക്കുവാൻ പറ്റാത്തതായ ആ വിഷയമാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് അതിന്റെ ഇൻഡിസ്ട്രക്റ്റബിലിറ്റിയാണ്. അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുവാനായിട്ട് പലരും ശ്രമിച്ചു എങ്കിലും അതിന്റെ അനശ്വരത, വേദപുസ്തകത്തിന്റെ അനശ്വരതയാണ് അതിന്റെ കാരണം. ഇതുവരെയും വേദപുസ്തകം നശിപ്പിക്കുവാനായിട്ട് പല കാര്യങ്ങൾ ചെയ്തു എങ്കിലും അതിനെയൊക്കെ ജീവിച്ച് ഇന്നും അത് അജയ്യമായി നിലകൊള്ളുന്നതാണ് വേദപുസ്തകം. മൂന്നാമത്തത്
വേദപുസ്തകത്തിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നതായ ചരിത്രത്തിന്റെ ആക്യുറസി ഓഫ് ദ ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആണ്. അപ്പോ വേദപുസ്തകം വെറും ഒരു കെട്ടുകഥയല്ല, ജിയോഗ്രഫിക്കലി ഹിസ്റ്റോറിക്കലി സപ്പോർട്ടോട് കൂടിയതായ കാര്യങ്ങളാണ് നമ്മുടെ തിരുവചനത്തിനകത്തുള്ളത്. അപ്പോ അത് ഹിസ്റ്ററിയുമായിട്ട്, പോയ ചരിത്ര സംഭവങ്ങളുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. ഒരു ചരിത്രം ചിന്തിക്കുമ്പോ ആ ചരിത്രം എവിടെയാണ് നടന്നത് എന്ന്, അല്ലെങ്കിൽ ആ സംഭവം എവിടെയാണ് നടന്നത് എന്ന് തെളിയിക്കുന്നതായ ജിയോഗ്രഫിക്കൽ എവിഡൻസ് ഉണ്ടായിരിക്കും. രണ്ട്, എപ്പോഴാണ് നടന്നതെന്നുള്ളതിന് ആ ടൈം ഉണ്ടായിരിക്കും. ടൈമും അതുപോലെ ഈ ജിയോഗ്രഫിക്കൽ എവിഡൻസും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുമ്പോഴാണ് ഒരു ഹിസ്റ്ററിയുടെ റിയാലിറ്റി എന്താണെന്ന്, അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ ചരിത്രത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഒരിടത്തൊരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു, ആ രാജാവിന്റെ പേര് ദാവീദ് എന്നായിരുന്നു എന്ന് തുടങ്ങി ഒരു കഥ പോലെയാണെങ്കിൽ, ഒരു മിത്തോളജി ആയിട്ട് മാത്രമേ നമുക്ക് വേദപുസ്തകത്തെ കാണുവാനായിട്ട് കഴിയത്തുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. ദാവീദ് എന്ന് പറയുന്നതായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. എവിടെ ജീവിച്ചിരുന്നു? ഇന്ന സ്ഥലത്ത്, ഇന്ന രാജ്യത്ത്, ഇന്ന സ്ഥലത്ത് ജീവിച്ചിരുന്നു. എന്ന് ജീവിച്ചിരുന്നു? ഇന്നത്തെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് അതിന് കാലം കൃത്യമായി പറയാൻ കഴിയുമെങ്കിൽ മാത്രമേ അതിനെ എന്തായി മാറ്റാൻ പറ്റത്തുള്ളൂ. നമുക്കതൊരു റിയൽ സബ്ജക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ സംഭവിച്ചതായ കാര്യമായിട്ട് നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റത്തുള്ളൂ. വേദപുസ്തകത്തിലെ ഏത് സംഭവം എടുത്താലും അതിന് ഒരു ജിയോഗ്രഫിക്കൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ എവിഡൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനൊരു ടൈം ഡ്യൂറേഷൻ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതിന്റെ റിയാലിറ്റി അങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആക്യുറസി ഇൻ ദ ഹിസ്റ്ററി, അതാണ് മൂന്നാമത്തെ വിഷയം. ഞാനത് ഹെഡിങ് മാത്രമേ പറയുന്നുള്ളൂ. ഇത് ചില കാര്യങ്ങൾ നാം വിശദീകരിച്ച് ഒന്ന് ചിന്തിക്കും. എല്ലാ കാര്യങ്ങളൊന്നും വിശദീകരിച്ച് ചിന്തിക്കുവാനുള്ളതായ സമയം ഞാൻ എടുക്കുകയില്ല. കാരണം എല്ലാം നമ്മൾ വിശദീകരിച്ച് പഠിക്കാൻ നോട്ട്സ് എന്റെ കയ്യിൽ പോകണ്ട. പക്ഷേ അതെല്ലാം പഠിക്കേണ്ടതായ പഠിക്കാൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഒത്തിരി ലെങ്തി ആയി പോകും. അത്യാവശ്യത്തിന് നമുക്ക് അറിയേണ്ടതായ കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് അറിഞ്ഞു പോകുന്നത് നല്ലതാണ്. ഇത് ഈ ഒരു ടോപ്പിക് കൂടെ കഴിഞ്ഞതിന് ശേഷമേ ഞാൻ വേദപുസ്തകത്തിനകത്തേക്ക് കടക്കുകയുള്ളൂ. നാലാമത്തെ തെളിവെന്ന് പറയുന്നത് വേദപുസ്തകത്തിന്റെ ദൈവിക ഭാവം അല്ലെങ്കിൽ ഡിവൈനിറ്റി തെളിയിക്കുവാനുള്ളതായ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിന്റെ സയന്റിഫിക് ആക്യുറസിയാണ്. ഇന്നത്തെ സയൻസുമായി ഈ വേദപുസ്തകത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് സയന്റിഫിക് ആക്യുറസിയാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതായ വിഷയമാണ്. അത് പ്രൊഫറ്റിക്കൽ ആക്യുറസിയാണ്. വേദപുസ്തകത്തിനകത്ത് മറ്റൊരു ഗ്രന്ഥത്തിനകത്തും ഇല്ലാത്തതുപോലെ പ്രവചനങ്ങളുടെ വലിയ ഒരു ലിസ്റ്റ് നമുക്ക് കാണുവാൻ കഴിയും. ആദ്യത്തെ പുസ്തകം മുതൽ ഒടുവിലത്തെ പുസ്തകം വരെ പ്രവചനങ്ങളാൽ നിബിഡമാണ്. പ്രവചനങ്ങളാൽ നിറഞ്ഞതാണ് വേദപുസ്തകം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ളതായ എല്ലാ പുസ്തകങ്ങളിലും നമുക്ക് മിക്കവാറും എല്ലാ പുസ്തകങ്ങളിലും പ്രവചനങ്ങൾ കാണുവാനായിട്ട് കഴിയും. ആ പ്രവചനങ്ങളുടെ നിവർത്തീകരണമാണ്. നിവർത്തിക്കപ്പെട്ട പ്രവചനങ്ങൾ അനവധി ഉള്ളതുപോലെ തന്നെ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ പ്രവചനങ്ങളുണ്ട്. ഇനിയും നിവർത്തിക്കപ്പെടേണ്ടതായ പ്രവചനങ്ങളുണ്ട്. ഇതുവരെയും നിവർത്തിക്കപ്പെട്ടതായ പ്രവചനങ്ങളുടെ കണക്ക് വെച്ച്, അതിന്റെ ആക്യുറസി വെച്ചുകൊണ്ട് ഇനിയും സംഭവിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ നിശ്ചയമായും സംഭവിക്കുമെന്നുള്ളതിന് ഒരു സംശയവുമില്ലാതെ വിശ്വസനീയത തരുന്നതാണ് വേദപുസ്തകത്തിലെ പ്രവചനങ്ങളെല്ലാം. അപ്പോ അഞ്ചാമത്തെ വിഷയം എന്ന് പറയുന്നത് പ്രൊഫറ്റിക്കൽ ആക്യുറസിയാണ്. ആറാമത്തെ വിഷയം, ഇന്നത്തെ ലോക സംസ്കാരം ഇങ്ങനെ വളരുന്നതിന് വേദപുസ്തകത്തിന്റെ സപ്പോർട്ട് അത് വളരെ വലുതാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനെക്കുറിച്ചുള്ളതായ ഒരു ചെറിയ വിവരണം നമുക്ക് തുറന്ന് പഠിക്കാം. യൂണിവേഴ്സൽ ഇൻഫ്ലുവൻസ് അപ്പോൺ സിവിലൈസേഷൻ. ബൈബിള് എങ്ങനെയാണ്
ലോകത്തിന്റെ സംസ്കാരത്തെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഏഴാമത്തത് വേദപുസ്തകത്തിന്റെ കെയർ ആൻഡ് കോപ്പിയ. എട്ടാമത്തത് അതിന്റെ അമേസിംഗ് സർക്കുലേഷനാണ്. ഈ ലോകത്തിൽ ഇത്രയും അധികം വിറ്റഴിഞ്ഞിട്ടുള്ള, പ്രിന്റ് ചെയ്തിട്ടുള്ള, വിറ്റഴിഞ്ഞിട്ടുള്ള പുസ്തകം വേറെ ഒരു പുസ്തകവുമില്ല. അതിന്റെ ഒരു ഏകദേശ കണക്ക്, അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ആ ഭാഗം ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒൻപതാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈസ് അബ്സല്യൂട്ട് ഓണസ്റ്റി. വേദപുസ്തകത്തിന്റെ വിശ്വസ്തതയാണ്. പത്താമത്തെ കാര്യം, മറ്റൊരു പുസ്തകത്തിനും ക്ലെയിം ചെയ്യുവാൻ കഴിയാത്ത ഒരു ശക്തി ഇതിനുണ്ട്. ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനുള്ളതായ ശക്തി, ലൈഫ് ട്രാൻസ്ഫോമിംഗ് പവർ ഉള്ള ഒരു പുസ്തകമാണ് വേദപുസ്തകം. ഇത്രത്തോളം മനുഷ്യ ജീവിതങ്ങളെ മാറ്റുവാൻ, ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ, മാത്രമല്ല മനുഷ്യ ജീവിതത്തെ എൻറ്റയർലി ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പുസ്തകം ലോകത്തിൽ വേറെ ഇല്ല. മദ്യപാനികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്, ദുഷ്ടന്മാരെ നല്ലവരാക്കി മാറ്റുന്നത്, പാപികളെ നീതിമാന്മാരാക്കി മാറ്റുന്നത്, സാത്താന്യ സന്തതികളെ ദൈവമക്കളാക്കി മാറ്റുന്ന മറ്റൊരു പുസ്തകവും ലോകത്തിലില്ല. ഇത് ലൈഫ് ട്രാൻസ്ഫോമിംഗ് പവർ ഉള്ളതായ പുസ്തകമാണ്. അപ്പൊ നമുക്ക് ഓരോ പോയിന്റിൽ കൂടെ ഒന്ന് കയറി ഇറങ്ങി പോകുന്നത് നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് വേദപുസ്തകം, അത് റിയൽ ആണ്, അല്ലെങ്കിൽ അത് ദൈവത്താൽ ലഭിച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ടോപ്പിക്ക് എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതൊരു കഥാപുസ്തകമല്ല, ഇതൊരു ലവ് സ്റ്റോറി അല്ല, ആരുടെയെങ്കിലും ഭാവനയെ തെളിഞ്ഞതായ പുസ്തകമല്ല, ഒരു എഴുത്തുകാരനും കുത്തിയിരുന്ന് അവന്റെ ഭാവനയിൽ നിന്ന് എഴുതി പിടിപ്പിച്ചതായ കാര്യങ്ങളല്ല വേദപുസ്തകത്തിനകത്തുള്ളത് എന്ന് നമുക്ക് ഇതിൽ കൂടെ ഒന്ന് കയറി ഇറങ്ങുമ്പോ ഇതിന്റെ ആ ദൈവികത്വം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും പ്രൈസ് ദി ലോർഡ് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇനി നോക്കൂ, വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങളുണ്ട്. എത്ര പുസ്തകങ്ങളുണ്ട്? 66 പുസ്തകങ്ങളുണ്ട്. നമ്മൾ വേദപുസ്തകം തുറക്കുമ്പോ ഈ 66 പുസ്തകങ്ങളെ പഴയ നിയമം എന്നുള്ളതായ രീതിയിൽ ഒരു കോളത്തിലും, പുതിയ നിയമ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞ മറ്റൊരു കോളത്തിലും എഴുതി 2 കോളമായിട്ടാണ് നമുക്ക് വേദപുസ്തകത്തിൽ സാധാരണ കാണപ്പെടുന്നത്. ഉൽപ്പത്തി മുതൽ മലാഖി വരെ പഴയ നിയമ പുസ്തകങ്ങൾ ഒന്നിന് താഴെ ഒന്നായിട്ട് എഴുതിയിരിക്കുകയാണ്. പുതിയ നിയമത്തിലും മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ളതായ 27 പുസ്തകങ്ങൾ അടുത്ത ലിസ്റ്റായിട്ട് എഴുതിയിരിക്കുന്നു. ഇത് തമ്മിലുള്ളതായ ഒരു ബന്ധം മനസ്സിലാക്കേണ്ടതിന് ഈ പുസ്തകങ്ങളെ ഒരു സർക്കിളിന് ചുറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നതായ ഡയഗ്രാമാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. ഇത് ഒരു ക്ലോക്കായിട്ട് സങ്കല്പിക്കുക. 60 മിനിറ്റുകളായി വിഭാഗിക്കപ്പെട്ടിരിക്കുന്നതായ ഒരു ക്ലോക്കായി സങ്കല്പിക്കുക. ഈ ക്ലോക്കിൽ 12 മണി കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ മിനിറ്റ് 12:01 എന്ന് പറയുന്നതായ ആ ഡയറക്ഷനിൽ ഉൽപ്പത്തി പുസ്തകം വെക്കുക. എന്നിട്ട് തൊട്ടടുത്ത് പുറപ്പാട് പുസ്തകം, അത് കഴിഞ്ഞിട്ട് ലേവ്യ പുസ്തകം, പിന്നെ സംഖ്യാപുസ്തകം, ഇങ്ങനെ ഓരോ പുസ്തകങ്ങളായി അറേഞ്ച് ചെയ്ത് ഈ സർക്കിളിന് ചുറ്റും ഒടുവിലായി വെച്ചിരിക്കുന്നതായ പുസ്തകം ഏതായിട്ട് വരും? ദ ബുക്ക് ഓഫ് റെവലേഷൻ വന്നു, വെളിപ്പാട് പുസ്തകം വന്നു. അപ്പൊ ഇത് അറേഞ്ച് ചെയ്യുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തോട് ചേർന്ന് വരികയാണ് വെളിപ്പാട് പുസ്തകം. നമ്മുടെ വേദപുസ്തകം നാം തുറക്കുമ്പോ ഇത്രയും വലിയ ഒരു വേദപുസ്തകത്തിൽ നമ്മൾ എന്താ കാണുന്നത്? ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകമാണ്, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. പക്ഷേ ഇത് നാം ഈ സർക്കിളിൽ ഈ പറഞ്ഞതായ രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വെളിപ്പാട് ഉൽപ്പത്തി പുസ്തകത്തോട് ചേർന്ന് വെളിപ്പാട് പുസ്തകം വന്ന് നിൽക്കുന്നതായി കാണുവാൻ കഴിയും. ഞാൻ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഉൽപ്പത്തി പുസ്തകവും തൊട്ടടുത്ത് നിൽക്കുന്നതായ വെളിപ്പാട് പുസ്തകവും തമ്മിലുള്ളതായ ബന്ധം മനസ്സിലാക്കാൻ വേണ്ടിയാണ്.
ഉൽപ്പത്തി പുസ്തകം കഴിഞ്ഞ് പുറപ്പാട് കഴിഞ്ഞ് ഇങ്ങനെ പുസ്തകം പോയി ഒടുവിൽ ചെല്ലുമ്പോൾ വെളിപ്പാട് പുസ്തകം അത് തമ്മിലൊരു ബന്ധമില്ലാത്ത രീതിയിൽ ഇത്രയും വലിയ അകലത്തിൽ നിൽക്കുന്നു എന്നുള്ളതല്ല. ഇത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വരുമ്പോ ഉൽപ്പത്തി പുസ്തകത്തിന്റെ അടുക്കൽ നിൽക്കുന്നതായ വെളിപ്പാട് പുസ്തകവും അഥവാ വേദപുസ്തകത്തിലെ അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകവും ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകവും തമ്മിലുള്ളതായ ബന്ധം മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? വേദപുസ്തകത്തെ നമ്മൾ ചിന്തിക്കുമ്പോ വെളിപ്പാട് പുസ്തകവും ഉൽപ്പത്തി പുസ്തകവും തമ്മിൽ വളരെ ബന്ധമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒത്തിരി റിലേഷൻ അത് തമ്മിലുണ്ടെങ്കിലും 12 കൂട്ടം കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു പോകാം. ശ്രദ്ധിക്കണം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻ ആൻഡ് ദി എർത്ത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന 66 പുസ്തകങ്ങളും കടന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിന്റെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് എത്തുമ്പോൾ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ കാണുന്നു ഐ സോ എ ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ പഴയ ആകാശവും പഴയ ഭൂമിയും പുതിയ ആകാശവും പുതിയ ഭൂമിയും വെളിപ്പാട് പുസ്തകത്തിൽ 2 പ്രത്യേകമായ അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2-ാമത്തെ സാമ്യം ആദ്യത്തെ 1-ാം ആദത്തെ കുറിച്ച് വിവരിച്ചിരിക്കുന്നതായ ഭാഗമാണ്. അതിന്റെ 27-28 വാക്യങ്ങളൊന്ന് വായിച്ചാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 27-28 വാക്യം. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂജല ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. അപ്പോ അവിടെ 1-ാം ആദത്തെയും തന്റെ ഭാര്യയെയും സൃഷ്ടിച്ചതായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അവരോട് പറഞ്ഞിട്ട് എന്താ അവരോട് അവരെ ശിക്ഷിച്ചിട്ട് അവരോട് എന്താ പറഞ്ഞത്? നാം മെനഞ്ഞാൽ ചിന്തിച്ചതുപോലെ ഭൂമിയെയും അതിലുള്ളതായ സകലത്തെയും അടക്കി വാഴുവാനുള്ളതായ അധികാരം അവർക്ക് കൊടുക്കുകയാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോ നമുക്ക് എന്താ കാണുവാൻ കഴിയുന്നത്? We see describe the last Adam and his wife, that is the church in the city, reigning over all the universe. 1-ാം ആദത്തിനും 1-ാം ആദമിന്റെ ഭാര്യയായ ഹൗവയ്ക്കും ഈ ഭൂമിയെ മുഴുവനും അടക്കി വാഴുവാനുള്ളതായ അധികാരം കൊടുത്തു. എങ്കിലും അധികാരം അവർക്ക് വിനിയോഗിക്കാൻ പറ്റിയില്ല. അധികാരം അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ അനേക നൂറ്റാണ്ട് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞ് വെളിപ്പാട് പുസ്തകത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോ അവിടെ ഒടുക്കത്തെ ആദം തന്റെ ഭാര്യയുമായി അല്ലെങ്കിൽ തന്റെ മണവാട്ടിയുമായി ചേർന്ന് വിശുദ്ധ പട്ടണം ആസ്ഥാനമാക്കിക്കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും അടക്കി വാഴുന്ന വിഷയമാണ് അവിടെ അവസാനം കാണുന്നത്. നോക്കൂ, ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും തമ്മിലുള്ളതായ 2-ാമത്തെ സാമ്യം. ഇനി 3-ാമത്തെ വിഷയത്തിലേക്ക് വന്നാട്ടെ. 1-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുമ്പോ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു. അവിടെ ദൈവം വിധാനത്തിന് മുകളിലുള്ളതായ വെള്ളവും വിധാനത്തിന് താഴെയുള്ളതായ വെള്ളത്തെയും തമ്മിൽ വേർതിരിച്ചു. എന്നിട്ട് ഭൂമിയിലുള്ളതായ അല്ലെങ്കിൽ വിധാനത്തിന് താഴെയുള്ളതായ വെള്ളം ഒരിടത്ത് കൂടട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ വെള്ളമെല്ലാം ഒരിടത്ത് കൂടി അതിനെന്ത് ചെയ്തു?
സമുദ്രം എന്ന് പേരിട്ടു. സമുദ്രത്തെ സൃഷ്ടിച്ചാക്കുകയാണ്, അല്ലെങ്കിൽ ഒരുക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോ 21-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനി ഇല്ല. 1-ാമത്തെ ഭൂമിയിൽ, അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിക്കപ്പെട്ടതായ ഭൂമിയിൽ സമുദ്രമുണ്ടായിരുന്നു എങ്കിൽ ഒടുവിലത്തെ ഭൂമി, അല്ലെങ്കിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടുമ്പോ ആ ഭൂമിയിൽ എന്തില്ല? ആ ഭൂമിയിൽ സമുദ്രമില്ല. ഇനി 4-ാമത്തെ വിഷയം, 1-ാം അധ്യായത്തിന്റെ 5-16 വാക്യങ്ങൾ വായിക്കുമ്പോ ഗോഡ് ക്രിയേറ്റഡ് ദ ഡേ. വായിച്ച ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു, സന്ധ്യയായി ഉഷസ്സമായി 1-ാം ദിവസം. പ്രൈസ് ദി ലോർഡ്. പിന്നെ നമ്മൾ വായിക്കുമ്പോ അവിടെ സൂര്യനെയും ചന്ദ്രനെയും ഭൂമിക്ക് പ്രകാശം കൊടുക്കുവാനായിട്ട് സൃഷ്ടിച്ചാക്കുന്നത് കാണുവാനായിട്ട് കഴിയും. രാത്രിയിൽ പ്രകാശിക്കേണ്ടതിന് ചന്ദ്രനെയും പകൽ പ്രകാശിക്കേണ്ടതിന് സൂര്യനെയും സൃഷ്ടിച്ചാക്കുകയാണ്. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോ there shall be no night there and the city. വായിച്ചാൽ 22-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ഇനി രാത്രി ഉണ്ടാകുകയില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ. മതി, രാത്രി ഉണ്ടാകുകയില്ല. 21-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. നഗരത്തിൽ പ്രകാശിക്കുവാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവതേജസ് അതിനെ മതി. പ്രൈസ് ദി ലോർഡ്. അപ്പോ 1-ാമത്തെ ഭൂമിയിൽ, ഉൽപ്പത്തി പുസ്തകത്തിലെ ഭൂമിയിൽ പ്രകാശിക്കേണ്ടതിന്, ഭൂമിയെ പ്രകാശിപ്പിക്കേണ്ടതിന് വേണ്ടി സൂര്യനും ചന്ദ്രനും ഉണ്ടായിരുന്നു എങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം ഉണ്ടാക്കുന്നതായ പുതിയ ഭൂമിയെ പ്രകാശിപ്പിക്കുന്നതിന് സൂര്യനോ ചന്ദ്രനോ ആവശ്യമില്ല. ഒരു കാരണം, അവിടെ രാത്രിയില്ലാത്തത് കൊണ്ട് ചന്ദ്രന്റെ ആവശ്യമില്ല. പിന്നെ ഭൂമിയെ പ്രകാശിപ്പിക്കേണ്ടതിന് കുഞ്ഞാടതിന്റെ വിളക്കായിരിക്കും എന്നെഴുതിയിരിക്കുകയാണ്. ദൈവം തന്നെ ഭൂമിയെ പ്രകാശിപ്പിക്കുന്ന ആ തേജസ്സിന്റെ അനുഭവത്തിലേക്ക് ഭൂമി മാറ്റപ്പെടുകയാണ്. 5-ാമത്തെ സമയം നോക്കൂ, 3-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. മതി. പ്രൈസ് ദി ലോർഡ്. വായിച്ചാൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ജീവന്റെ ജീവവൃക്ഷത്തിൽ നിന്നുള്ളതായ ഫലം തിന്നരുത് എന്ന് മനുഷ്യനോട് കൽപ്പിക്കുവാനായിട്ടിടയായി തീർന്നു. അത് നീ തിന്നരുത്. പക്ഷേ എന്താണ് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നത്? 22-ാം അധ്യായത്തിന് 2-ാമത്തെ വാക്യം. നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. അപ്പൊ ശ്രദ്ധിക്കണമേ. അപ്പോ ഏദൻ തോട്ടത്തിൽ നിഷിദ്ധമാക്കപ്പെട്ട, അല്ലെങ്കിൽ ഡിനൈ ചെയ്യപ്പെട്ടതായ ആ ജീവവൃക്ഷം വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോ, അതിന്റെ ഒടുവിലേക്ക് വരുമ്പോ ആ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലമായാലും ഇലയായാലും എന്തു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കഴിക്കത്തക്ക രീതിയിൽ സ്വാതന്ത്ര്യത്തോടെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. 6-ാമത്തെ വിഷയം, 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഭൂമി ശപിക്കപ്പെട്ടു. മനുഷ്യൻ ചെയ്തതായ പാപം നിമിത്തം അനുഗ്രഹീതമായ രീതിയിൽ ദൈവം സൃഷ്ടിച്ചതായ ഭൂമിയുടെ മേൽ ശാപം കടന്നു വരുവാനിടയായി. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ വന്ന മാറ്റം നോക്കണമേ. മനുഷ്യൻ കേൾക്കുവാനിരിക്കുന്നതായ ശബ്ദമാണ് ഇനിയും യാതൊരു ശാപവും ഇനിയും ഉണ്ടാകുകയില്ല. മനുഷ്യൻ നിമിത്തം വന്നതായ ശാപം ഉൽപ്പത്തി പുസ്തകത്തിൽ അത് എസ്റ്റാബ്ലിഷ്ഡ് ആകുകയാണെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോ there is no more curse എന്ന് പറഞ്ഞ് ശാപത്തെ മുഴുവനായി
മാറ്റി അനുഗ്രഹപൂർണമാക്കി മാറ്റുന്ന ഒരു ഭൂമിയെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. 7-ാമത്തെ സാമ്യം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായി. ചുരുക്കമായിട്ട് ഞാൻ പറയാം, Satan appears to torment men. അവിടെ സാത്താന്റെ ഭൂമിയിലേക്കുള്ളതായ അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ചാക്കിയതായ ഏദൻ തോട്ടത്തിലേക്ക്, മനുഷ്യന്റെ സമീപത്തിലേക്ക് പിശാചിന്റെ സാന്നിധ്യം കടന്നു വരുന്ന ആദ്യത്തെ അനുഭവമാണത്. ആദ്യമായി സാത്താൻ മനുഷ്യന്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. എന്തിനു വേണ്ടിയാ കടന്നു വരുന്നത്? സുഖിപ്പിക്കാനാണോ? അല്ല. സന്തോഷിപ്പിക്കാനാണോ? അല്ല. അവന്റെ സുഖമെടുത്തു കളഞ്ഞ്, അവന്റെ സന്തോഷം എടുത്തു കളഞ്ഞ്, അവൻ എന്നേക്കും കഷ്ടതയിലും രോഗത്തിലും ക്ഷീണത്തിലും അകപ്പെട്ട് ഒടുവിൽ മരണഭയത്താൽ അവനെ കുരുക്കിക്കളയേണ്ടതിന്, അവനെ പീഡിപ്പിക്കുവാനായിട്ടാണ് സാത്താൻ കടന്നു വരുവാനിടയായിട്ട് തീർന്നത്. ഏദൻ തോട്ടത്തിൽ അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ സാത്താന്റെ പ്രവേശനം നമുക്ക് കാണുവാൻ കഴിയും. മനുഷ്യനെ തകർക്കുവാൻ, മനുഷ്യനെ വേദനിപ്പിക്കുവാൻ വരുന്ന സാത്താന്റെ പ്രവേശനം ഉൽപ്പത്തി പുസ്തകത്തിലാണെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ എന്താ കാണാൻ കഴിയുന്നത്? 20-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോ, അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്യയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ മതി. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം അനുഭവിക്കും. പിശാചും അവന്റെ പിണിയാളുകളും അവന്റെ സംഘവും എന്നേക്കുമായി അപ്രത്യക്ഷമാകുകയാണ്. മനുഷ്യന്റെ വെട്ടത്തിന് വരുവാൻ കഴിയാത്ത രീതിയിൽ, മനുഷ്യനുമായി ഇടപെടുവാൻ ഒരിക്കലും സാധിക്കാത്ത രീതിയിൽ അവൻ എന്നേക്കുമായി മനുഷ്യനിൽ നിന്ന്, ഭൂമിയിൽ നിന്ന്, ദൈവ സൃഷ്ടിയിൽ നിന്ന് എന്നേക്കുമായി മാറ്റപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും തമ്മിലുള്ളതായ താരതമ്യമാണ്. 9-ാമത്, മാൻസ് early home was beside a river. 2-ാം അധ്യായം വായിക്കുമ്പോ, ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു, അത് 4 ശാഖകളായി പിരിഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വായിച്ചാണ് 2:10. 8-ാമത്തെ വിഷയം, Lord earth was punished through a flood. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്തു. നോക്കൂ, 1-ാമത്തെ ഭൂമി ദൈവം 10 തലമുറകൾ കാത്തിരുന്ന് ആ ഭൂമിയിലെ അവിടുന്ന് ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറപ്പെടുമോ എന്ന് ആ മനുഷ്യനെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ മനുഷ്യൻ ഡേ ബൈ ഡേ അവൻ വഷളാകുന്നതല്ലാതെ ആരും നന്നാകുന്നത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ടില്ല. അങ്ങനെ ദൈവം കാത്തിരുന്ന് ആ ഭൂമിയെ ശുദ്ധീകരിക്കേണ്ടതിന് വേണ്ടി, അല്ലെങ്കിൽ ഭൂമിയെ മനുഷ്യനെ ശിക്ഷിക്കേണ്ടതിന് വേണ്ടി ശപിക്കപ്പെട്ടതായ ഭൂമിയെയും ശാപമേറ്റുവാങ്ങിയതായ സൃഷ്ടിജാലങ്ങളെയും നശിപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവം ഭൂമിയിൽ ഒരു ജലപ്രളയം വരുത്തുന്നതാണ്. 6 ഉൽപ്പത്തി പുസ്തകം 7-8 അധ്യായങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പക്ഷേ ആ ശപിക്കപ്പെട്ടതായ ഭൂമി ദൈവം അതിനെ ശിക്ഷിച്ചിട്ട് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോ ആ ഭൂമിയെ വെള്ളം കൊണ്ടല്ല, തീ കൊണ്ട് അതിനെ ശുദ്ധീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതാണ് പത്രോസിന്റെ 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നതും. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ടതായ പുതിയ ഭൂമിയായി എന്നാണ് 21-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ ദൃഷ്ടിയിൽ അത് വിഷയീഭവിക്കുന്നതും. അപ്പോ ഉൽപ്പത്തി പുസ്തകത്തിൽ ശിക്ഷാവിധിക്ക് യോഗ്യമായി തീരുന്നതായ ഭൂമി വെളിപ്പാട് പുസ്തകത്തിൽ ശുദ്ധീകരിച്ച് ദൈവത്തിനും മനുഷ്യനും വാസയോഗ്യമായി തീരുന്നതായ ഭൂമി തമ്മിലുള്ളതായ ബന്ധം മനസ്സിലായല്ലോ. ഇനി 9-ാമത്തെ വിഷയം എന്ന് പറയുന്നത് 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്ന് മതി. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആദവും അവയും പാർക്കുന്നത് മനോഹരമായ ഒരു നദീതീരത്താണ്.
ആ നദീതീരത്താണ് മനുഷ്യന്റെ സംസ്കാരമെല്ലാം എല്ലായ്പ്പോഴും മനുഷ്യന്റെ കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നത് എപ്പോഴും നദീതടങ്ങളിലാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. അത് ലോകത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെയും അങ്ങനെ തന്നെയാണ്. അപ്പൊ ദൈവം ഏദൻ തോട്ടത്തിൽ ഒരു നദി ഏദൻ തോട്ടത്തെ നനയ്ക്കുന്നതിന് ഒരു നദി പുറപ്പെട്ടു. ആ നദി പിന്നെ 4 ശാഖകളായി പിരിഞ്ഞ് തോട്ടം മുഴുവനും ഫലഭൂയിഷ്ടമാക്കി തീർക്കുകയാണ്. അതിന്റെ നടുക്കാണ്, അല്ലെങ്കിൽ ആ നദീതീരത്തുള്ളതായ സന്തോഷവും സമാധാനവും അതിന്റെ കുളിർമയും ഒക്കെ അനുഭവിക്കുവാനായിട്ടാണ് ആദമിനെയും ഹവ്വയെയും അവിടെ സൃഷ്ടിച്ച് ആക്കിയത്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴോ അവിടെയും നമുക്ക് നദി കാണുവാനായിട്ട് കഴിയും. മനുഷ്യന്റെ നിത്യതയ്ക്കായി ഒരുക്കുന്നതായ ആ ഭൂമിയിൽ പുറപ്പെടുന്നതായ പളുങ്ക് പോലത്തെ നദി നമുക്ക് കാണുവാനായിട്ട് കഴിയും. വായിച്ചാട്ടെ. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയാണ് വെളിപ്പാട് പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോ ദൈവത്തിന്റെ സൃഷ്ടിയുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ആ യൂണിറ്റ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ പറഞ്ഞതായ 9 വിഷയങ്ങൾ കൂടെ ഇനി 3 വിഷയം കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ ടോപ്പിക്കിൽ നിന്ന് അടുത്തതിലേക്ക് കിടക്കാം. അടുത്തത് വായിക്കുന്നത് നമ്മുടെ ഗോത്രപിതാക്കന്മാരുടെ കാര്യമാണ്. ഗോത്രപിതാക്കന്മാരുടെ കാര്യത്തിൽ ആദ്യമായി കരയുന്നതായ ഒരു വ്യക്തിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അബ്രഹാമിന്റെ കരച്ചിലാണ്. 23-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ തന്നിൽ നിന്ന് വേർവിട്ടതായ സാറയെ ഓർത്ത് അബ്രഹാം കരയുന്നതായി കാണുവാനായിട്ട് കഴിയും. വായിക്കാം. പിന്നെ സാറ കനാൻ ദേശത്ത് ഹെബ്രോൻ എന്ന കിരിയത്ത് അർബയിൽ വെച്ച് മരിച്ചു. അബ്രഹാം സാറയെ കുറിച്ച് വിലപിച്ച് കരവാൻ വന്നു. സാറയെ കുറിച്ച് വിലപിച്ച് കരവാൻ വന്നു. മനുഷ്യന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പുറപ്പെടുവാൻ തുടങ്ങിയതായ നാള് മുതൽ ഇന്ന് വരെ കണ്ണുനീർ തോർന്നിട്ടില്ല. ആ കണ്ണുനീർ എന്നേക്കുമായി തുടച്ചു കളയുവാൻ ആർക്കും കഴിഞ്ഞിട്ടുമില്ല. ആ കണ്ണുനീർ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിച്ചതായ കണ്ണുനീർ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 21 വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോ ആ കണ്ണുനീരിന് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. വായിച്ചാട്ട് 4-ാമത്തെ വാക്യം 21:4. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. Revelation, the children of Abraham will have God himself കണ്ണുനീരുണ്ടായി. എന്നാൽ God himself wipe away all tears from their eyes. ദൈവം തന്നെ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്നതായ അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. 11-ാമത്തെ വിഷയം destroys an earthly city, wicked Sodom from the sands. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിന്റെ പ്രതിപാദന വിഷയമാണ്. പാപം കൊണ്ട് മലിനമായി തീർന്നതായ പട്ടണങ്ങൾ സോദോമും ഗൊമോറയും, ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടാത്തതായ പാപങ്ങൾ മ്ലേച്ഛത കൊണ്ട് നിറഞ്ഞതായ ആ സ്വർഗ പാപം കൊണ്ട് നിറഞ്ഞതായ ആ 2 പട്ടണങ്ങളുടെ പാപം, അതിന്റെ ദുഷ്ടത സ്വർഗത്തോളം എത്തിയപ്പോ യഹോവയായ ദൈവം ആ പട്ടണങ്ങളെ ചുട്ട വെണ്ണീറാക്കുവാൻ തീരുമാനിച്ചത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 19-ാം അധ്യായത്തിൽ 2 ദൂതന്മാർ ആ സോദോം ഗൊമോറയിലേക്ക് വരുന്നതും അവിടുത്തെ മ്ലേച്ഛതയും പാപവും നേരിട്ട് മനസ്സിലാക്കുകയും മറിഞ്ഞുപോയതായ നീതിമാനായ ലോത്തിനെ അവിടെ നിന്ന് പുറപ്പെടുവിച്ച അനന്തരം സോദോമിനെയും ഗൊമോറയെയും അഗ്നിക്കിരയാക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ പുതിയ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴോ അവിടെ പുതിയ യെരൂശലേം, ആകാശത്തു നിന്ന് ഇറങ്ങി വരുന്നതായ പുതിയ യെരൂശലേം എന്ന് പറയുന്നതായ ഒരു പട്ടണം
രൂപപ്പെട്ടു വരുന്നത് നമുക്ക് നമ്മുടെ കാഴ്ചയിൽ കാണുവാനായിട്ട് കഴിയും. 12-ാമത്തെ വിഷയത്തിലേക്ക് വരുമ്പോ ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നത് ഒരു ശവപ്പെട്ടിയുടെ കഥയോടുകൂടിയാണ്. ആരുടെ ശവപ്പെട്ടിയാണെന്ന് നമുക്കറിയാം. വേദപുസ്തകത്തിലെ 1-ാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നത് യോസഫ് മരിച്ചു, യോസഫിന്റെ ശവശരീരം ഒരു ശവപ്പെട്ടിയിൽ വെച്ചു എന്ന് പറഞ്ഞാണ് ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോ മരിച്ചവരെല്ലാം ആബാലവൃദ്ധം ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിച്ച് ദൈവത്തിങ്കിൽ ക്രിസ്തുവിനോടുകൂടെ അല്ലെങ്കിൽ ദൈവമക്കളായിരിക്കുന്ന ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നതായ എല്ലാവരും മരണത്തെ എന്നേക്കുമായി കീഴ്പ്പെടുത്തി നിത്യതയിലേക്ക് പോകുന്നതായ വിഷയമാണ്. ഈ 12 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞത്, ഈ 12 കൂട്ടം കാര്യങ്ങൾ നാം ഒന്നിച്ച് ചിന്തിച്ചാൽ 1600 വർഷത്തെ ഇടവേളയിൽ രചിക്കപ്പെട്ടതായ ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ ബന്ധത്തിലേക്ക് വരണമെങ്കിൽ അല്പം കൂടെ കാര്യങ്ങൾ നമുക്ക് ആ പുസ്തകത്തെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇതിന്റെ ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും തമ്മിലുള്ളതായ ആ യൂണിറ്റ് മനസ്സിലാക്കേണ്ട ദിസ് യൂണിറ്റ് ഈസ് അച്ചീവ്ഡ് ഇൻ സ്പൈറ്റ് ഓഫ് ദ ലോങ് പീരീഡ് ഓഫ് ടൈം ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ്സ് റൈറ്റിംഗ്. ഉൽപ്പത്തി പുസ്തകം എഴുതുന്നത് നമുക്കറിയാം BC 1500-ലാണ്. വെളിപ്പാട് പുസ്തകം എഴുതുന്നത് AD 95-ലാണ്. അപ്പൊ BC 1500-ഉം AD 95-ഉം തമ്മിലുള്ളതായ വ്യത്യാസം എന്ന് പറയുന്നത് ഏതാണ്ട് 1600 വർഷമാണ്. ഈ 1600 വർഷത്തെ ഗ്യാപ്പിൽ എഴുതപ്പെട്ടതായ ഈ പുസ്തകത്തിന്റെ തമ്മിലുള്ളതായ സാമ്യം അത് മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്പുറമായ സാമ്യമാണ്. രണ്ടാമത്തെ കാര്യം, നിയർലി 400 years elapsed between the writing of Malachi and Matthew. മലാക്കി എഴുത്തു നിർത്തി. BC 395-ൽ മലാക്കി എഴുതു നിർത്തി. അടുത്ത ഏതാണ്ട് 400 വർഷം നിശബ്ദ വർഷമായിരുന്നു. പിന്നെ വേദപുസ്തകത്തിന്റെ ആദ്യത്തെ എഴുത്ത് വരുന്നത് മർക്കോസിന്റെ സുവിശേഷം എഴുതുന്നതോടുകൂടിയാണ്. ലേഖനങ്ങളിൽ തെസ്സലോനിക്ക ലേഖനം എഴുതുന്നതോടുകൂടി പുതിയ നിയമത്തിന്റെ എഴുത്ത് പുനരാരംഭിക്കുകയാണ്. അപ്പൊ അത് തമ്മിലുള്ളതായ അകലം എന്ന് പറയുന്നത് 400 വർഷത്തെ പഴയ നിയമം എഴുതി നിർത്തിയതും പുതിയ നിയമം എഴുതി തുടങ്ങിയതും തമ്മിൽ 400 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. ഇതിൽ ആരും തന്നെ മലാഖിയുടെ കാലത്ത് ജീവിച്ചിരുന്ന ആരും എപ്പോ ഇല്ല, പുതിയ നിയമം എഴുതി തുടങ്ങുമ്പോഴില്ല. പക്ഷേ പഴയ നിയമത്തിലെ ഓരോ പുസ്തകങ്ങളും പുതിയ നിയമത്തിലെ പുസ്തകങ്ങളുമായിട്ടുള്ളതായ ബന്ധം എന്ന് പറയുന്നത്, ഇത് എഴുതിയത് മനുഷ്യന്റെ ബുദ്ധിയല്ല. ഇത് എഴുതിയത് മനുഷ്യനെ നിയന്ത്രിപ്പാൻ കഴിയുന്ന, പ്രപഞ്ചത്തെ മുഴുവനായി ഒരേ സമയം അറിയുന്ന ഒരു സർവശക്തനായ ദൈവമാണ് ഈ പുസ്തകത്തിന്റെ പിന്നിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ബുദ്ധിയുള്ളതായ ആർക്കും പ്രയാസമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയും ദിസ് യൂണിറ്റി ഈസ് അച്ചീവ്ഡ് ഇൻ സ്പൈറ്റ് ഓഫ് മെനി ഓതേഴ്സ്. ഏതാണ്ട് 40ഓളം ആൾക്കാർ എഴുതിയതായ പുസ്തകമാണ്. 40ഓളം ആൾക്കാർ. അത് 1600 വർഷത്തിൽ ഇടയ്ക്ക് ജീവിച്ചിരുന്ന വിവിധ കൾച്ചറുകളുള്ള അല്ലെങ്കിൽ വിവിധ സംസ്കാരമുള്ള, വിവിധ ഭാഷകളുള്ള, വിവിധ തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന, വിവിധ അളവുകളിൽ വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന, പല തട്ടുകളിലായിരുന്നതായ 40 പേർ എഴുതിയതായ പുസ്തകമാണ്. ഒന്നിച്ചിരുന്ന് ഒരു മേശയ്ക്ക് ചുറ്റുമല്ല എഴുതിയത്. ഒരാൾ എഴുതുന്നത് എന്താണെന്നുള്ള കാര്യം മറ്റൊരാളിന് അറിയില്ല. ഒരാൾ എന്തിനു വേണ്ടി എഴുതുന്നതാണെന്ന് ഉള്ള കാര്യം അടുത്തയാളിന് അറിയത്തില്ല.
അപ്പോ പരസ്പരം വിഷയങ്ങൾ അറിയാതെ, പരസ്പരം ബുക്കുകളിലെ കണ്ടൻസ് അറിയാതെ, വിവിധ കാലയളവുകളിൽ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് എഴുതപ്പെട്ടതായ ഈ പുസ്തകങ്ങളുടെ ഏകോപന ഭാവം അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റി എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിക്ക് വളരെ അപ്പുറമാണ്. ഈ എഴുതിയതായ എഴുത്തുകാരുടെ എന്തൊക്കെയാണ് അവരുടെ ഒക്കുപ്പേഷൻ എന്ന് അല്ലെങ്കിൽ തൊഴിലെന്ന് ജസ്റ്റ് നമുക്കൊന്ന് ചിന്തിച്ച് കടന്നു പോകും നല്ലതാണ്. വേദപുസ്തകത്തിൽ 68-ാം അധ്യായം അല്ലെങ്കിൽ സങ്കീർത്തന 68-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമുക്കൊരു വാക്യം കാണുവാനായി കഴിയും. കർത്താവ് ആജ്ഞ കൊടുക്കുന്നു, സുവാർത്താദൂതികൾ വലിയൊരു ഗണമാകുന്നു. ആജ്ഞ കൊടുക്കുന്നവൻ ഒരുവനാ, പക്ഷേ ഈ നല്ല വാർത്ത എഴുതുവാൻ വലിയ ഒരു ഗണം ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ കാലയളവുകളിൽ ദൈവം എഴുന്നേൽപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതാണ് വേദപുസ്തകം തരുന്നതായ കൃത്യമായ കാര്യം. വേദപുസ്തകത്തിൽ ആദ്യത്തെ 5 പുസ്തകങ്ങൾ എഴുതിയതായ മോശ ഒരു മിസ്രൈമ്യ രാജകുമാരനാണ്. ഈജിപ്ഷ്യൻ he was an Egyptian prince. Joshua, he was a soldier. Samuel was a priest. David was a king. ഞാൻ ഓരോരുത്തരുടെയും ആ ഒക്കുപേഷൻ, ആ തൊഴിലൊന്ന് പറഞ്ഞു പോകുകയാണ്. മോശ എന്ന് പറയുന്നത് മിസ്രൈമ്യ രാജ്യഭാരം ഏൽക്കേണ്ടിയിരുന്നതായ ഒരു മിസ്രൈമ്യ രാജകുമാരനാണ്. മിസ്രൈമിലെ രാജകുമാരനായിരുന്നു. യോശുവ എന്ന് പറയുന്നത് കരുത്തുറ്റ ഒരു പട്ടാളക്കാരനാണ്. ശാമുവേൽ എന്ന് പറയുന്നത് ഒരു പുരോഹിതനാണ്. ദാവീദ് ഒരു രാജാവാണ്. അടുത്തത് എസ്തേർ ഒരു രാജ്ഞിയാണ്. രൂത്ത് എന്ന് പറയുന്ന ഒരു വീട്ടമ്മയാണ്. ഇയ്യോബ് ഒരു ധനവാനായ ഒരു കൃഷിക്കാരൻ എന്ന് കണക്കാക്കാം. ആമോസ് ഒരു പാവപ്പെട്ട അത്തിപ്പഴ പെറുക്കിക്കൊണ്ട് നടന്ന ഒരു കൃഷിക്കാരനാണ്. യസ്രാ എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൽ അഗ്രഗണ്യനായ ഒരു ശാസ്ത്രിയാണ്. യെശയ്യാവ് എന്ന് പറയുന്നത് ശ്രേഷ്ഠനായ ഒരു പ്രവാചകനാണ്. ദാനിയേൽ ഒരു വലിയ സാമ്രാജ്യത്തിലെ പ്രധാനമന്ത്രിയാണ്. നെഹമ്യാവ് എന്ന് പറയുന്നത് പാനപാത്രവാഹകനാണ്. നെഹമ്യാവ് വാസ് എ കപ്പേറർ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോ മാത്യു ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ ടാക്സ് കളക്ടറാണ്. മർക്കോസ് എന്ന് പറയുന്നത് ഒരു സുവിശേഷകനാണ്. ലൂക്കോസ് വൈദ്യനാണ്. യോഹന്നാൻ ഒരു സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളതായ ഒരു ഫിഷർമാനാണ്. പത്രോസ് പാവപ്പെട്ട ഒരു ഫിഷർമാനാണ്. യൂദയും ജെയിംസും അവര് കർത്താവിന്റെ അനുജന്മാരായതുകൊണ്ട് അവർ ആശാരിമാരായിരിക്കാനാണ് സാധ്യത. പൗലോസ് എന്ന് പറയുന്നത് ഒരു ടെന്റ് മേക്കറാണ്, ഒരു കൂടാര പണിക്കാരനാണ്. ഇവരെല്ലാം ആണ് എന്ത് ചെയ്തത്? വേദപുസ്തകം ചിലരുടെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ വിവിധ തൊഴിലിൽ ഏർപ്പെട്ടിരുന്നതായ, വിവിധ കാലഘട്ടങ്ങൾ ജീവിച്ചിരുന്ന, വിവിധ വിദ്യാഭ്യാസ യോഗ്യതകളുള്ള, സാമ്പത്തികമായി ഒരേ തട്ടിലല്ലാത്തതായ ആൾക്കാർ പലപ്പോഴായി എഴുതിയതായ പുസ്തകങ്ങൾ കൂട്ടി വായിക്കുമ്പോ ഇതുപോലെ കാണാമെന്നറിയാമോ? ആ പുസ്തകത്തിന്റെ പ്രത്യേകത ഇനിയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനിയും ആ എഴുതിയതായ സ്ഥലം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. വിവിധ സ്ഥലങ്ങളിൽ വെച്ചാണ് തിരുവചനം എഴുതപ്പെട്ടത്. എന്നാലും അതിന്റെ യൂണിറ്റിക്ക് ചേഞ്ച് ഇല്ല. എന്തൊക്കെയാ സ്ഥലം ഏതൊക്കെയാണ്? ആദ്യത്തെ 5 പുസ്തകം എഴുതിയത് 1 മരുഭൂമിയിൽ വെച്ചും 2 സീനായി പർവ്വതത്തിലും വെച്ച് എഴുതപ്പെട്ടതാ. ഇനിയും ആ മോശയുടെ പുസ്തകങ്ങൾ മിക്കവാറും എഴുതപ്പെട്ടത് പാലസ്തീനിയൻ റീജിയനിൽ വെച്ചാണ്. യെരമ്യ ഈജിപ്തിൽ വെച്ചും അതിന്റെ ഭാഗങ്ങൾ എഴുതുവാനായിട്ടിടയായി. വെളിപ്പാട് പുസ്തകം എഴുതിയത് ഏകാന്തതയിൽ പത്മോസ് ദ്വീപിൽ വെച്ചാണ്. ദാനിയേൽ എഴുതിയത് ബാബിലോൺ സാമ്രാജ്യത്തിൽ അല്ലെങ്കിൽ
ആ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായ ബാബിലോണിൽ വെച്ചാണ്. എസ്തേറിന്റെ പുസ്തകം പേർഷ്യ സാമ്രാജ്യത്തിലായിരിക്കുമ്പോ 1ഉം 2ഉം തെസലോനിക്ക ലേഖനം കൊരിന്തിൽ വെച്ചാണ് പൗലോസ് എഴുതിയത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം എഫേസുസിൽ വെച്ച് എഴുതിയപ്പോ ലൂക്കോസ് തന്റെ സുവിശേഷവും അതുപോലെ അപ്പോസ്തല പ്രവൃത്തികളും എഴുതിയത് കൈസരിയിൽ വെച്ചാണ്. റോമാലേഖനം റോമിൽ വെച്ചാണ് തിമോത്തിയോസിന്റെ ലേഖനം എഴുതിയത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ എഴുതിയതായ സ്ഥലങ്ങൾ ഡിഫറെന്റ് ആണ്. ഇനിയും നോക്കിയേ, പല ഒരേ രീതിയിലല്ല വേദപുസ്തകം എഴുതപ്പെട്ടത്. വേദപുസ്തകത്തിനകത്തെ കണ്ടൻസ് നമുക്ക് ചുരുങ്ങിയ രീതിയിൽ ഒന്ന് പറഞ്ഞു പോകാം. ഇതിനകത്ത് ചരിത്രമുണ്ട്, ഹിസ്റ്ററിയുണ്ട്, ഇതിനകത്ത് പ്രവചനമുണ്ട്, ഇതിനകത്ത് ബയോഗ്രഫിയുണ്ട്, ഇതിനകത്ത് സ്വന്തം കാര്യം എഴുതിയതായ ഓട്ടോബയോഗ്രഫിയുണ്ട്. ബയോഗ്രഫിയും ഓട്ടോഗ്രഫിയും തമ്മിലുള്ളതായ വ്യത്യാസം. ബയോഗ്രഫി ഒരാളുടെ ജീവചരിത്രം വേറൊരാൾ എഴുതുന്നതിനാണ് ബയോഗ്രഫി എന്ന് പറയുന്നത്. ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത് ഒരാളുടെ ജീവചരിത്രം അയാൾ തന്നെ എഴുതുന്നതാണ് ഓട്ടോബയോഗ്രഫി. പിന്നെ ഇതിനകത്ത് കാവ്യപുസ്തകങ്ങൾ, പൊയട്രി ഉണ്ട്, നിയമമുണ്ട്, എഴുത്തുകളുണ്ട്, അടയാള ഭാഷയിൽ എഴുതിയിരിക്കുന്ന പുസ്തകമുണ്ട്, സദൃശ്യവാക്യങ്ങളുണ്ട്, ഉപദേശ സത്യങ്ങളുണ്ട്. ഡിഫറെന്റ് കാറ്റഗറീസ് ഈ പുസ്തകത്തിനകത്ത് കാണുവാനായിട്ട് കഴിയും. ഇതിന്റെ യൂണിറ്റ് തെളിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ടോപ്പിക് അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കുക, ഒരാൾ ഒരിടത്തിരുന്ന് ഒരു പുസ്തകം എഴുതാനായിട്ട് ആരംഭിച്ചു. നമ്മളെ ഭാവനയെ കാണുക. ഒരാൾ ഒരിടത്തിരുന്ന് പുസ്തകം എഴുതാനായിട്ട് ആരംഭിച്ചു. പുസ്തകം എഴുതി, ഒറ്റ പുസ്തകമാണ് എഴുതി, 5 അധ്യായങ്ങൾ എഴുതി കഴിഞ്ഞപ്പോ അയാൾ മരിച്ചുപോയി. ആ പുസ്തകത്തിന്റെ എഴുത്ത് അവിടെ നിന്നില്ല. 6ാമത്തെ അധ്യായം അദ്ദേഹവുമായിട്ട് രക്തബന്ധമൊന്നും ഇല്ലാതിരുന്നതായ വേറൊരുവൻ എഴുതാനായിട്ടിടയായി. അദ്ദേഹം എഴുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. തുടർന്ന് പുസ്തകങ്ങൾ ഓരോന്നോരോന്നായി എഴുതുന്നവർ, അതേ കാലഘട്ടങ്ങൾ ജീവിച്ചിരുന്നവരെല്ലാവരും എഴുതുന്ന പുസ്തകം എഴുതി കഴിഞ്ഞതിന് ശേഷം അവര് മരണത്താൽ ഭൂമിയിൽ നിന്ന് വേർപെട്ടു. ഒടുവിൽ 39ാമത്തെ പുസ്തകം എഴുതിയപ്പോ ഏതാണ്ട് ആദ്യത്തെ പുസ്തകം എഴുതിയ ആൾ മരിച്ചിട്ട് 1500 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഏതാണ്ട് 1500 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് 39ാമത്തെ അധ്യായം എഴുതിയത്. ഈ 39ാമത്തെ അധ്യായം എഴുതി തൽക്കാലം അതിനെ ബ്രേക്ക് ഇട്ട് അവിടെ നിർത്തി. അത് കഴിഞ്ഞപ്പോ ആരെഴുതുമെന്നോ, എപ്പോഴെഴുതുമെന്നോ, എങ്ങനെ എഴുതുമെന്നോ, എന്തെഴുതുമെന്നോ ആർക്കും ഒരു പിടിയുമില്ല. അത് കഴിഞ്ഞപ്പോ 400 വർഷത്തിന് ശേഷം ആ പുസ്തകം വീണ്ടും എഴുത്താരംഭിക്കുകയാണ്. അടുത്ത 100 വർഷം കൊണ്ട് 27 അധ്യായങ്ങളും കൂടെ അതിനകത്ത് എഴുതി ചേർത്തു. ആ 39 അധ്യായങ്ങൾ 1500 വർഷങ്ങൾ കൊണ്ട് 39 അധ്യായങ്ങൾ 1500 വർഷം കൊണ്ടും 27 അധ്യായങ്ങൾ 100 വർഷം കൊണ്ടും എഴുതി പൂർത്തീകരിച്ച് 66 അധ്യായങ്ങളുള്ള, അതെ, അങ്ങനെ 66 അധ്യായങ്ങളുള്ള ഒരു പുസ്തകമായിട്ട് അത് കമ്പൈൽ ചെയ്ത് കഴിഞ്ഞപ്പോ ആദ്യത്തെ അധ്യായം ഞാൻ അറിഞ്ഞുകൊണ്ട് പറയുകയാണ്, ഒറ്റ പുസ്തകമായിട്ട് കണക്കാക്കുക. ആദ്യത്തെ അധ്യായമായ ഉൽപ്പത്തിയും ഒടുവിലത്തെ അധ്യായമായ വെളിപ്പാടും തമ്മിൽ ഒരാൾ എഴുതിയതുപോലെ ഒരു പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായമെന്നും അവസാനത്തെ അധ്യായമെന്നും പറയത്തക്ക രീതിയിൽ ആ പുസ്തകം ഒന്നായി ചേർന്നു. ഇതാണ് വേദപുസ്തകത്തിന്റെ യൂണിറ്റി എന്ന് പറയുന്നത്. ആ വേദപുസ്തകത്തിന്റെ പിന്നിലെ യൂണിറ്റിയിൽ വ്യാപരിച്ചതായ ദൈവിക കരമാണ്. ആ ദൈവിക കരം നിമിത്തം നമുക്ക് ലഭിച്ച ഈ വേദപുസ്തകത്തിനായി നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇത് മനുഷ്യനാൽ എഴുതപ്പെട്ടതാണെങ്കിലും ഇതിന്റെ പിന്നിൽ എഴുതിപ്പിച്ചത് എല്ലാവരെയും അറിയുന്ന അത്യുന്നതനായ ദൈവമാണ്. അതുകൊണ്ട് ഈ പുസ്തകം വായിക്കുമ്പോ ഇത് ഡിവൈൻ പുസ്തകമാണ്, അല്ലെങ്കിൽ ഒരു ഡിവൈൻ ബുക്കാണെന്നുള്ള കാര്യം ഒന്ന് ഓർപ്പിച്ചിട്ട് അത് ആ ഒരു ഭയഭക്തിയോടെ മാത്രമേ നമ്മളിത് കൈകാര്യം ചെയ്യാവൂ. വായിക്കുമ്പോഴും
ഇതിനകത്തുനിന്ന് സംസാരിക്കുമ്പോഴും ഇതിനകത്തുനിന്ന് ശുശ്രൂഷിക്കുമ്പോഴും ആ ഒരു ഭയവും ഭക്തിയും നമുക്കുണ്ടായിരിക്കട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഈ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ചോദ്യം ചോദിക്കുവാനായിട്ട് മടിക്കരുത്. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അടുത്ത ആഴ്ചയിൽ രണ്ടാമത്തെ സൂപ്പർ നാച്ചുറൽ എലിമെന്റ്സിലേക്ക് നമുക്ക് പോകാം. അതിന്റെ അനശ്വരതയാണ് അടുത്ത കാര്യം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.